ഹലോ, എല്ലാവർക്കും ബിന്ദുസ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ വ്യത്യസ്തമായി നല്ല രുചിയുള്ള ഒരു ചിക്കൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിലേക്ക് ആവശ്യമായിട്ട് ഞാൻ 500 ഗ്രാം ചിക്കനാണ് കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ചെറിയ ഉള്ളി ഇട്ടിട്ടാണ് അത് ഉണ്ടാക്കുന്നത്. ചെറിയ ഉള്ളി അല്പം എടുത്തിട്ടുണ്ട്, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പിന്നെ നാളികേരക്കുത്ത് ഒന്ന് വറുത്തെടുത്തത്, പിന്നെ 3-4 പച്ചമുളക്, പിന്നെ അല്പം മല്ലിയില. ഇത്രയൊക്കെയാണ് നമ്മൾ ഈ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ചിക്കനിലേക്ക് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾക്ക് ഇതെല്ലാം ഒന്ന് ചതച്ചെടുക്കാം. നമ്മൾ ചിക്കനിലേക്ക് എടുത്തു വെച്ച എല്ലാ ഐറ്റംസും നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ ചെറിയ ഉള്ളിയാണ് ആദ്യം ഇട്ട് കൊടുത്തിരിക്കുന്നത്. നമുക്ക് നന്നായിട്ട് അതൊന്ന് വഴറ്റിയെടുക്കാം. ചെറിയ ഉള്ളി ഒന്ന് വഴണ്ടി വരുന്ന നേരം കൊണ്ട് നമുക്ക് മറ്റുള്ള ചേരുവകൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഒരുവിധം ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ചിക്കൻ്റെ കഷ്ണങ്ങൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിതിലേക്ക് തീരെ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. ഇതിൽ നമ്മൾ അടച്ചു വെച്ചിട്ട് വേവിക്കുമ്പോൾ ഇതിൻ്റെ ചിക്കനിലുള്ള വെള്ളം തന്നെ അതിലേക്ക് ഇറങ്ങും. നമ്മൾ ഒരു ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നമുക്കത് മൂടി വെച്ച് വേവിക്കാം. നമുക്ക് ചിക്കൻ ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. അതിനുശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ എന്തായി നോക്കാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചിക്കനിലൊക്കെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ വേറെ അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട കാര്യമില്ല. നന്നായിട്ട് ഇളക്കിയിട്ട് ഒരു 5 മിനിറ്റ് കൂടി നേരം നമുക്ക് മൂടി വയ്ക്കാം. നമ്മുടെ ചിക്കൻ ഹാഫ് കുക്കായ നേരത്താണ് നമ്മൾ വറുത്ത് വെച്ച നാളികേരം ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. നമ്മൾ ഈ ചിക്കനിലേക്ക് 1/2 ടീസ്പൂൺ മസാലപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് നല്ല വെള്ളമൊക്കെ വറ്റി നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. ആ നേരത്തായിരിക്കണം നമ്മൾ എടുത്ത് വെച്ച മല്ലിയില നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. മല്ലിയില ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി ഒരു 5 മിനിറ്റ് കൂടി മൂടി വെച്ച് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ അടിപൊളി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് സെർവിങ് ബൗളിലേക്ക് പകർത്താം. നല്ല ടേസ്റ്റാണ്. നമ്മൾ സവാളയൊന്നും ചേർക്കാതെ ഇതേ രീതിയിലൊന്നും ഉണ്ടാക്കി നോക്കിയാൽ എല്ലാവർക്കും ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. കുഞ്ഞളന്റെ വീട്ടിൽ പോയിട്ട് കുടുക്കാച്ചി ബിരിയാണി കഴിച്ചിന്.